ഇപ്പോൾ സരിത മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞാൻ ഇതുവരെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് എനിക്ക് സി എമ്മുമായിട്ട് ബന്ധമില്ല, സി എമ്മുമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും സി എമ്മിൻ്റെ അടുത്ത് ഇന്നുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് സരിത നായർ എന്നായിരുന്നു. പക്ഷെ അതിനെ ഗണ്ണിക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർ മാത്രം സംസാരിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡേഴ്സാണ് ഞാൻ ഇന്ന് ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ കമ്പനിയുമായി ഇതുവരെ ഒരു പേപ്പർ കഷ്ണം പോലും തരികയോ കൊടുക്കുകയോ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയോ ഇങ്ങോട്ട് തരികയോ ചെയ്തിട്ടില്ല, അതിൻ്റെ ബേസിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള വാദം ഗണ്ണിക്കുന്ന 2-3 ഫിസിക്കൽ എവിഡൻസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തോമസ് കുരുവിള, ഞാൻ എൻ്റെ ഡിപ്പോസിഷനിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, അതായത് ഞാൻ പണം കൈമാറിയ സമയത്ത് അദ്ദേഹത്തിനെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നാട്ടിൽ എവിടെയാണ് അല്ലെങ്കിൽ ഇത്രയും പണം കൈമാറിയതിൻ്റെ ഒരു ബിസിനസ് മൈൻഡാണെന്ന് കൂട്ടിക്കോ. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഞാൻ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ, തോമസ് കുരുവിളയുടെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ എൻ്റെ ഒരു ചെറിയ റഫ് ഡയറിന്നോ അല്ലെങ്കിൽ റഫ് നോട്ട്ബുക്ക് എന്ന് പറയാവുന്ന ഒരു ബുക്കിലേക്ക് ഞാൻ എഴുതി വാങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പട അടങ്ങിയ ആ റൈറ്റിംഗ്സും ഞാനിവിടെ ഒറിജിനലും അതോടൊപ്പം അതിന്റെ ഫോട്ടോ കോപ്പിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം തെളിവ് നശിപ്പിക്കാൻ എബ്രഹാം കലമൺ വിളിച്ചു എന്ന് പറയുന്നു. അതിന്റെ ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ അതിന്റെ വോയിസ്, അതായത് ഞങ്ങൾ 2 രീതിയിലാണ് അത് റെക്കോർഡ് ചെയ്തിരുന്നത്. അതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് വേറെ എടുത്തിരുന്നു, കാര്യം അവിടെ ഭയങ്കര ശബ്ദമായതുകൊണ്ട് ഓഡിയോ റെക്കോർഡിംഗ് എടുത്തിരുന്നു. ഇതൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം ഇങ്ങനെയുള്ള അനവധി ടാമ്പറിംഗ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇപ്പൊ പ്രഷേഴ്സ് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, കാര്യം അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് ഞാനാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തിയതെന്ന്. അപ്പം അത്രയ്ക്ക് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് സാരം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം തീർക്കാനായിട്ട് ഞാൻ മുഖ്യമന്ത്രിയുമായി അദ്ദേഹത്തെ കൂടിക്കാഴ്ചയ്ക്ക് കൊണ്ടുപോയിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പം ആ ഒരു ആള് എന്നെ വിളിച്ചപ്പം ഞാൻ വേറൊരു പാർട്ടിയിലും കൂടെ പെട്ടതാണ്, കോൺഗ്രസ് അല്ല, വേറൊരു കോൺഗ്രസിൻ്റെ തന്നെ വേറൊരു പാർട്ടിയില്ല. പക്ഷെ അവരങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ചിന്തിക്കാത്തത് കൊണ്ട് ഞാൻ വിനുവിനോട് പോയി കാണാനാണ് പറഞ്ഞത്. കാര്യം ഞാൻ കാറിൽ ഇരുന്നതേ ഉള്ളൂ, ഞാൻ വിനുവിനോട് പോയി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, മീഡിയാസ് ഒക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിനുവിനെ ഓപ്പോസിറ്റ് റോഡിലേക്ക് വിളിക്കുകയും റോഡിൽ നിന്നാണ് ഇവർ സംസാരിച്ചപ്പോൾ ഇനി എവിഡൻസ് കൊടുക്കരുത്, ഇത്രയും കൊടുത്ത് നാണം കെടാനുള്ള എല്ലാം നാണം കെട്ടു, ഇനി എവിഡൻസ് കൊടുക്കരുത്, എവിഡൻസ് അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് എടുത്തെടുത്ത് വിനു ചോദിക്കുന്നതായിട്ട് അതിനകത്ത് കേൾക്കാം. ഇത് ഞങ്ങൾ അങ്ങനെ പറയുന്ന ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി ഇങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്, അതായത് പൈസ തിരിച്ചു തരാമെന്നും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അല്ല, ഇത് അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞാനിവിടെ വന്നത് എന്ന് അതിൽ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്തായാലും കമ്മീഷന് കൊടുത്തതിന് ശേഷം മാത്രമേ ആ ഓഡിയോ ഇവിടെ തരികയുള്ളൂ, കാര്യം എനിക്കത് റെക്കോർഡിക്കലാക്കേണ്ട ആവശ്യമുണ്ട്. എന്നെ കണ്ടിട്ടില്ല എന്നും ഞാൻ ആരുടെ കൂടെ അവിടെ പോയിട്ടില്ല എന്ന് പറയുന്ന 2ാമത്തെ വ്യക്തിയാണ്. അതായത് ആദ്യം ശ്രീധരൻ നായർ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട് എന്ന്. അന്ന് ഞാൻ നിഷേധിച്ചു. ഇന്ന് 2ാമത് സ്വമേധയായ എബ്രഹാം കലമണ്ണിൽ അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് ഞാനാണ് കൊണ്ടുവരുന്നത്. അതെ, അത് എല്ലാവരും പറയും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് ഞാൻ അതിന്റെ ഗ്രീവ്നെസ് അനുഭവിച്ചതെന്ന്. എന്നാൽ വളരെ തെറ്റായ ഇതാണ്. 2014 മുതൽ ഞാൻ ഇങ്ങനെയുള്ള എനിക്കുള്ള വിഷമങ്ങൾ, അതായത് ഇവരെന്നെ ബലിയാടാക്കുന്നു എന്നുള്ള വിഷമങ്ങൾ ഞാൻ ബെന്നി ബെഹനാൻ സാറുമായിട്ട് പങ്കുവെച്ചതിന്റെ അത് മാത്രമല്ല മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ്. ഇപ്പം ഞാൻ പറയുമ്പം ഇവരെല്ലാവരും എല്ലാ ചാനലിലും വന്നിരുന്ന് നിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുന്നുണ്ട്. അതെ, പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ മനസ്സിലാക്കിയ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ 2014 ഫെബ്രുവരി 21-നാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയ സമയത്തും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറയുകയല്ല, പബ്ലിക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ പലപ്പോഴും പറയാമെന്ന് പറഞ്ഞ് മാറി നിന്നിരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു കോൺസെൻട്രേഷൻ സോളാർ കേസിലേക്ക് വന്നിരുന്നു. അപ്പം അവരുടെ ഒരു നിഗമനത്തിൽ വേറെ ഏതിലേക്കെങ്കിലും ഏതെങ്കിലും ഒരു ആരോപണം ഞാൻ ഇട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട. അതെന്നോട് പറയുകയും ചെയ്തു. കാര്യം ബാക്കിയുള്ളതെല്ലാം അല്ലെങ്കിൽ ഞാൻ പറയേണ്ടി വരും എന്നവർ ഭയപ്പെട്ടു. അപ്പോൾ അതിലേക്ക് വേണ്ടി അവർ ഫസ്റ്റ് പറഞ്ഞത് പബ്ലിക്കിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും
സോളാർ കേസ് കുറച്ചൊന്ന് ഒതുക്കാനും വേണ്ടി, ഒതുക്കാന്നാണ് അതിന് പറയാൻ പറ്റുള്ളൂ, ഒതുക്കാനും വേണ്ടിയിട്ട് മറ്റ് ആരോപണങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കുള്ള ഒരു പരാതി, അതായത് അബ്ദുള്ളക്കുട്ടിക്കെതിരെ നേരത്തെ പരാതി ഉണ്ടെന്ന് അവർക്കറിയാമെന്ന് ആ പരാതി പിന്നെ കൊടുക്കാനായി എന്നോട് പറയുകയും അതനുസരിച്ച് ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ആ പരാതിയായിട്ട് വന്നത്, അബ്ദുള്ളക്കുട്ടിയുടെ പരാതി. തമ്മാനൂർ രവി സാറ് പ്രദീപ് കുമാറിന്റെ ഫോണിലൂടെയാണ് എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ഇതുപോലെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, ഇഷ്യൂ ഇത് തന്നെയാണ് പറഞ്ഞത്, അതായത് സാഹചര്യം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഈ കേസ് ഒന്ന് ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളൊന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ CM-ന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ബെന്നി ബെഹനാനും തമ്പാനൂർ രവി സാറും ആവർത്തിച്ച് എന്നോട് പോയി. നിങ്ങൾക്ക് ഓഡിയോ കേട്ട് നോക്കുമ്പോൾ യു വിൽ ബി ക്ലിയർ മോർ. ആ മാറ്റാൻ പറഞ്ഞത് ബെന്നി ബെഹനാൻ സാറാണ്. അതിന്റെ ഓഡിയോ ക്ലിപ്സ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് അത് അങ്ങനെ മുമ്പോട്ട് പോകുന്തോറും എവരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് കൂടുന്നു. അതായത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നമായി, അത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായി, ഇന്നറായിട്ട് വരുന്ന പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ട് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ബെന്നി ബെഹനാൻ സാർ ഇടപെട്ടിട്ട് അത് തീർക്കാൻ പറഞ്ഞു. അതെ, സലിം രാജ് അദ്ദേഹത്തിന്റെ വകുപ്പ് തല അന്വേഷണത്തിൽ എന്തൊക്കെ ഞാൻ പറയണ്ടെന്ന് പറയുന്നത്, പക്ഷെ ആ പറയേണ്ടതിനകത്ത് എല്ലാം ഉണ്ട്. അതായത് മുഖ്യമന്ത്രി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് പോലും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ എന്നാ അത് പറയണ്ട, അത് അദ്ദേഹത്തിന്റെ പറയണ്ട എന്ന് പറയുന്ന സെഗ്മെന്റ് വരെ അതിനകത്തുണ്ട്. യു ജസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ, കോഴ എന്ന് പറയുന്നതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് അഴിമതിയാണ് ശരിക്കും എന്റെ ബേസ്. മറ്റെന്തും വന്നത് ജനങ്ങളുടെ നഷ്ടമല്ല, ശരിക്കും വന്ന നഷ്ടം സരിത എസ് നായരുടെ മാത്രമാണ്. അതിനകത്ത് മറ്റുള്ളവർക്ക് പങ്കാളി. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നുപോയാൽ ശരിക്കും പറഞ്ഞാൽ എന്റെ നഷ്ടം പരിഹരിക്കപ്പെടാൻ ഒരിക്കലും പോകുന്നില്ലെങ്കിലും യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറിപ്പോകും. ഇല്ല, സെക്ഷൽ ഹറാസ്മെന്റ്സ് ഞാനായിട്ട് വെളിപ്പെടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം നിലപാടിൽ ഞാൻ പുറകോട്ടില്ല. യെസ്, അതായത് നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കടത്തുരുത്തി മണ്ഡലത്തിൽ ഞങ്ങളുടെ എനർജി മാർട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ KC ജോസഫ് സാറാണ് വന്നത് അല്ലേ. അതൊരു ചെറിയ ഗ്രാമമാണ്. ആ സ്ഥലം നമ്മൾ തെരഞ്ഞെടുത്തത് തന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, പിന്നെ റൂറൽ പോലീസ് സ്റ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ, ഇങ്ങനെ രണ്ട് പ്രോജക്റ്റുകളുടെ സംസ്ഥാനതല ഒരു ഡിക്ലറേഷൻ എന്നുള്ള നിലയ്ക്കും കൂടിയാണ് അവിടുത്തെ എനർജി മാർട്ട് ഇനോഗ്രേറ്റ് ചെയ്തത്. അവിടുത്തെ ബാനർ അത് തന്നെയായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന്റെ ഓഡിയോ ഫോട്ടോഗ്രാഫ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. ബാബുരാജിന് വേണ്ടി എഴുതിയ കത്തുണ്ടല്ലോ, തീർച്ചയായിട്ടും ബാബുരാജിന്റെ പരാതിയിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി ഒരു അന്വേഷണം നടത്തുകയും ബിജുവിനെ ശിക്ഷിക്കുകയും ചെയ്ത വാസ്തവമാണ്? ഒരിക്കലില്ല, ബിജുവിനെ ശിക്ഷിച്ചൊന്നുമില്ല. ആ ആഭ്യന്തര വകുപ്പ് ക്രൈംബ്രാഞ്ച് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ വേറെ രീതിയിലുള്ള പ്ലാനിങ്ങിലൂടെ വേറൊരു പരാതിയിന്മേൽ അറസ്റ്റ് നടക്കുകയുണ്ടായി. അപ്പൊ അതിനകത്ത് അല്ലല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം, പ്രിലിമിനറി അന്വേഷണം, എൻക്വയറി നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിന്റെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തു എന്ന് തന്നെയാണ് എന്റെ ഒരു ഇത്. അത് ഈ അറസ്റ്റിന് ശേഷമാണോ ആ റിപ്പോർട്ട് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ അതിന്റെ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ നാളത്തേക്ക് അത് പഠിക്കണമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ. പഠിക്കാതെ ഞാൻ അതിനൊരു ആൻസർ പറയില്ല. ഇല്ല, KC ജോസഫ് സാർ കോഴപ്പണം ഒന്നും വാങ്ങിയിട്ടില്ല. ഇല്ല, അതിനെപ്പറ്റി ഇപ്പൊ എലഗൻസ് ബിനോയിയുടെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ വായിച്ചിട്ടുണ്ട്. ബാർ കോഴ ഈ സോളാർ പോലെ തന്നെ ഒരു ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാമത്, ഞാൻ ഏത് ഹോട്ടലിൽ വേണമെങ്കിലും ഫുഡ് കഴിക്കാൻ കയറും. എന്നാലും എന്റെ പ്രൊട്ടക്ഷനെ കരുതി ഞാൻ ചിലപ്പം സ്ഥിരമായി കയറുന്ന ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയാണ്. അങ്ങനെ ഞാൻ എലഗൻസ് ബിനോയുടെ ഹോട്ടലിൽ ഈ പറയുന്ന കോയമ്പത്തൂർ, തൃശ്ശൂർ, കോഴിക്കോട് റോഡുകളിൽ പോകേണ്ടപ്പം പറ്റുന്ന സാഹചര്യങ്ങളിൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടു. പക്ഷേ അന്നൊന്നും എൻ്റെ മനസ്സിനകത്ത് ഇത് വെളിപ്പെടുത്തണമെന്നുള്ള ചിന്തയില്ലാത്തതുകൊണ്ട് എലഗൻസ് ബിനോയ് ശരിക്കും ബാർ കോഴയുടെ ഭാഗമായതുകൊണ്ട് എൻ്റെ ശത്രുപാളയത്തിലായിരുന്നു. എന്നോട് ഒരു കുശലം ചോദിച്ചതല്ലാതെ ഞാനും അദ്ദേഹത്തോടൊന്നും സംസാരിച്ചില്ല, ഈ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല. പിന്നെ സത്യം പറയാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയുടെയും ആവശ്യം തൽക്കാലം എനിക്കില്ല, ഒരാളുടെയും ആവശ്യം എനിക്കില്ല. ഞാൻ സത്യം പറയാൻ ഉറച്ചാണ് നിൽക്കുന്നത്. ആരോപണം പറയാനാണെങ്കിൽ ചിലപ്പോൾ കെട്ടിച്ചമ്മയ്ക്കാകുമ്പോൾ കുറച്ച് പേരുടെ സപ്പോർട്ടും പിൻബലവും ഒക്കെ വേണ്ടി വരും, എന്തെങ്കിലും കള്ളത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി. സത്യം പറയാൻ വേണ്ടി ആരെ ഭയക്കണം?
ശരിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പറയും. സത്യം മാത്രം പറയും. കമ്മീഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് എപ്പോഴത്തേക്കായിരിക്കും ഇത് പുറത്ത്? എനിക്ക് ജസ്റ്റ് വെയിറ്റ്, കമ്മീഷനിലെ ഡിപ്പോസിഷൻ കഴിയുന്നിടം വരെ അത് എന്നോട് ചോദിക്കും. ഇന്നത്തെ ഡിപ്പോസിഷൻ റിഗാർഡിംഗ് ടു ദിസ് ഒള്ളി, അതായത് ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് കൊടുത്ത തെളിവുകളുടെ സാഹചര്യങ്ങളാണ് ഞാനിപ്പം ഡിപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും പബ്ലിക് അറിയേണ്ട വിഷയമാണ്, പബ്ലിക്കിനെ അറിയിക്കാതിരിക്കില്ല. ഈ മല്ലി ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളുണ്ടെന്ന് സരിത പറഞ്ഞു, അത് എന്നത്തേക്കായിരിക്കും ഹാജരാക്കുക? അതിന്റെ കുറച്ചും കൂടെ പേപ്പേഴ്സ് കളക്ട് ചെയ്യാനുണ്ട്. അത് ഞാനിപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ അതിനെപ്പറ്റി പറയില്ല. കാര്യം ഇഫ് ഐ കൺഫേം, ഞാനൊരു കാര്യം കൺഫർമേഷൻ തരികയാണെങ്കിൽ ഐ ഷുഡ് പ്രസന്റ്, റൈറ്റ്? അപ്പൊ കൺഫർമേഷൻ അല്ല, ഞാൻ കൊണ്ടുവരും. അതായത് നമ്മളിപ്പോ എന്തൊക്കെ ഇവിടെ ഡിപ്പോസ് ചെയ്തിട്ടുണ്ടോ അതിനെ സാധൂകരിക്കാൻ എന്തെല്ലാം തെളിവുകൾ, അത് ഞാൻ പറയില്ല, ഇപ്പോഴൊന്നും ഞാൻ പറയില്ല. കൊണ്ടുവരുന്ന വശം ഞാൻ എല്ലാത്തിനെ പറ്റി പറയില്ല. What evidence have you സരിത എസ് നായർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയ ഇടവേളയിലാണ് സരിത മാധ്യമങ്ങളോട് സംസാരിച്ചത്. 2 മണിക്ക് വീണ്ടും സിറ്റിംഗ് ആരംഭിക്കും. മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ളതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് സോളാർ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയത്. 3 സീറ്റുകളാണ് ഇതുമായി സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങളടങ്ങിയ സീറ്റുകൾ കൈമാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ എന്നിവർ പല രീതിയിലും തനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രലോഭനങ്ങളും നൽകി എന്നും അവർ വ്യക്തമാക്കിയുണ്ടായി. എബ്രഹാം കലമൺ എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ വ്യക്തിയാണ് മുഖ്യമന്ത്രിയെ താനാണ് പരിചയപ്പെടുത്തിയത് എന്ന രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖകളും താൻ CD ആയി കമ്മീഷന് കൈമാറി എന്നാണ് അദ്ദേഹം സരിത വ്യക്തമാക്കിയിരിക്കുന്നത്. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിശദാംശങ്ങൾ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് AP അബ്ദുള്ളക്കുട്ടിയുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങളും ഉണ്ടാക്കിയെടുത്തത്. ആ രീതിയിൽ തന്നെ കേസ് വഴിതിരിച്ചു വിടാനുള്ള എല്ലാ നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായ ഇവരുടെ ഭാഗത്തുനിന്നും, അതായത് തമ്പാനൂർ രവി, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ എന്നിവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും കൂടുതൽ തെളിവുകൾ ഇനിയും ഉച്ചയ്ക്ക് ശേഷവും അതിന് പിന്നാലെ വരുന്ന ദിവസങ്ങളിലും കൈമാറുമെന്നും സരിത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സിജു സുഗതൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. സിജു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സരിത ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഡിജിറ്റൽ എവിഡൻസുകൾ സോളാർ കമ്മീഷന് മുന്നിൽ നൽകിയിരിക്കുകയാണ്. അതായത് ഇതുവരെയുള്ള ആരോപണങ്ങളെ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വിമർശനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള, ഇല്ലാതാക്കാനുള്ള വ്യക്തമായ തെളിവുകൾ, അതായത് മുഖ്യമന്ത്രിക്ക് താനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യക്തമായ രേഖകൾ, അതോടൊപ്പം തന്നെ ഉന്നത കോൺഗ്രസ് നേതൃത്വവുമായി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ തോമസ്, നേരത്തെ പറഞ്ഞതുപോലെ തമ്പാനൂർ രവി, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ എന്നിവരടക്കമുള്ളവരുടെ ഇടപാടുകളുമായിട്ടും തനിക്ക് ബന്ധമുണ്ട്. ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കേസ് ഒതുക്കാനും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ സരിത വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, സരിത എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, പ്രത്യേകിച്ച് സോളാർ കമ്മീഷന് മുമ്പിൽ നൽകിയ വ്യക്തമായ തെളിവുകളടക്കം? തീർച്ചയായിട്ടും സുരേഷ്, സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ കൃത്യതയോടുകൂടി തെളിവുകൾ നൽകിക്കൊണ്ടാണ് സരിത കമ്മീഷന് മുൻപിൽ ഹാജരായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്ന ചിലർക്കുമെതിരെ ആരോപണങ്ങൾ അല്ലെങ്കിൽ മൊഴി നൽകുക മാത്രമാണ് ചെയ്തത്. ഇന്ന് കൃത്യമായ തെളിവുകൾ നൽകിയിരിക്കുന്നു. പ്രധാനമായിട്ടും സലിൻ രാജും തമ്പാൻ രവി, ബെന്നി ബെഹനാനൊക്കെയായിട്ട് കഴിഞ്ഞ 2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ നടത്തിയ സംഭാഷണത്തിന്റെ ശകലങ്ങൾ, പൂർണ്ണമായിട്ടുള്ള രൂപത്തിലുള്ള സംഭാഷണം കമ്മീഷന് മുൻപിൽ ഹാജരാക്കിയുണ്ടായി. ഇതിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം മുഖ്യമന്ത്രിക്ക് എത്രത്തോളം ഇതിന്റെ അകത്ത് പങ്കുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എത്രത്തോളം ഇതിന്റെ അകത്ത് ഇടപെട്ടു, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെ കൊണ്ട് എത്രത്തോളം താനുമായിട്ട് ഇത് പുറത്തു പറയാതിരിക്കാൻ ശ്രമിച്ചു, ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഓഡിയോയിൽ ഉണ്ടാകുമെന്നാണ് സരിത പറഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം സരിത സോളാർ കമ്മീഷൻ മൊഴി നൽകിയ ശേഷവും മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു. തെളിവുകൾ നശിപ്പിക്കുന്നതിനും രേഖകൾ ഇനി കൊടുക്കാതിരിക്കുന്നതിനും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നതിനും എബ്രഹാം കലമൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായിട്ടുള്ള
ഒരു വ്യക്തി തങ്ങളെ നേരിട്ട് വന്ന് കണ്ടിരുന്നു. തന്റെ സുഹൃത്തായിട്ടുള്ള അല്ലെ തന്റെ ബന്ധുവായിട്ടുള്ള ബിനുവുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഓഡിയോ ടേപ്പും തന്റെ കൈവശമുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം കമ്മീഷന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദിവസവും വളരെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നടന്ന ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് താൻ പറയുന്നില്ല. അത് തന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് സർക്കാരിനോ പൊതുജനങ്ങൾക്കോ അതിൻ്റെ അകത്ത് നഷ്ടമില്ല. പക്ഷേ സർക്കാരിനും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നഷ്ടം വന്ന കോടികളുടെ അഴിമതി നടന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളാണ് താൻ നൽകി വരുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ നൽകുമെന്നും സരിത പറയുകയുണ്ടായി. ഷാജഹാൻ, അതായത് സരിത മൊഴി നൽകിയതിന് ശേഷവും മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്പാനൂർ രവി, അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് എബ്രഹാം കലമൺ ഇവരടക്കം ബന്ധപ്പെട്ടു എന്നാണ് സരിത വ്യക്തമാക്കിയത്. തീർച്ചയായിട്ടും സുരേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് സരിത ഇന്ന് കമ്മീഷന് മുൻപിൽ പറഞ്ഞിരിക്കുന്നത്. സരിത നേരത്തെ ആരോപണങ്ങൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഇടപെട്ടു എന്നുള്ളതിന് തന്റെ അടുപ്പക്കാരായിട്ടുള്ള ബെന്നി ബെഹന്നാനെയും തമ്പാനൂർ രവിയെയും ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ഈ കേസ് തേച്ചു മാറ്റി കളയുന്നതിന് അല്ലെങ്കിൽ ഈ പണം മടക്കി നൽകാം, ഇത്തരത്തിൽ കഴിഞ്ഞ 2 വർഷമായി തന്നെ പറ്റിച്ചു എന്നാണ് സരിത നേരത്തെ മൊഴി നൽകിയത്. അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഷാജഹാൻ, അതോടൊപ്പം തന്നെ ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളുണ്ടായി. എ പി അബ്ദുള്ളക്കുട്ടിയും അടക്കമുള്ള ലൈംഗിക ബന്ധങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് ഉയർന്നു വന്നത് എന്ന രീതിയിലും സരിത വ്യക്തമാക്കിയുണ്ടായി. തീർച്ചയായിട്ടും, കാരണം ഇത് ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ഇത് ഈ അഴിമതി ആരോപണങ്ങൾ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടന്നു. അതിന് ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും ശക്തമായിട്ട് ഇടപെട്ടു. അവരാണ് DGP മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇത്ര മണിക്ക് മൊഴി നൽകി ഇത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയത്. തന്നെ കിട്ടാത്തപ്പോൾ തന്റെ അഡ്വക്കേറ്റ് ആയിരുന്ന ബെന്നി ബാലകൃഷ്ണനൊക്കെ ആയിട്ട് കൃത്യമായിട്ട് തമ്പാനൂർ രവിയൊക്കെ സംസാരിച്ചിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സോളാർ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പങ്ക് ഓരോ ദിവസവും കൂടുതൽ പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഴികൾ മാത്രമായിരുന്നു എങ്കിൽ ഷാജി, അതോടൊപ്പം തന്നെ മലയാളി ശ്രീധരൻ നായരുമൊത്ത് മുഖ്യമന്ത്രിയെ കാണാൻ പോയതിന്റെ രേഖകൾ, അത്തരം തെളിവുകൾ കൈമാറിയോ? അത്തരം തെളിവുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മലയാളി ശ്രീധരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സരിത വ്യക്തമായ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ പക്കലുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഹാജരാക്കുമെന്നാണ് സരിത തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ തെളിവുകൾ വരും ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമെന്നുള്ള സൂചനയാണ് സരിതയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ നൽകുമെന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ സോളാർ കമ്മീഷന് മുൻപിൽ സരിത ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. സരിത മാധ്യമങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. സോളാർ കമ്മീഷന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ സോളാർ കമ്മീഷന് മുമ്പിൽ നൽകുമെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ ഇതിലുണ്ടാകുമെന്നും സരിത വ്യക്തമാക്കിയുണ്ടായി. ഇപ്പോൾ സിജു സുഗതൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സിജു, നേരത്തെ ഇപ്പോൾ സരിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാജഹാൻ വ്യക്തമാക്കിയതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ, ഉച്ചയ്ക്ക് ശേഷവും കൂടുതൽ തെളിവുകൾ കൈമാറും, ഹാജരാക്കുമെന്ന് സരിത പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സരിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജിറ്റലൈസ്ഡ് എവിഡൻസ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി തനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവുകൾ. ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഡീലുകൾ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് തൻ്റെ വിശ്വസ്തർ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടാണ് എന്ന് സരിത പറയുമ്പോൾ, സുരേഷ്, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി സരിത പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ തെളിവുകളിലൂടെ വ്യക്തമായിരിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ, തേച്ചുമാച്ച് കളയാൻ, മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കൾ അടക്കം എങ്ങനെ ഇടപെട്ടു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അബ്ദുള്ളക്കുട്ടിയുടെ കേസുമായി ഇതിനെ എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം അബ്ദുള്ളക്കുട്ടി സരിതയെ പീഡിപ്പിച്ച വാർത്ത ഇതുമായി കണക്ട് ചെയ്യുകയും അങ്ങനെ, അതായത് ഈ കേസ് സോളാർ കേസ് മുക്കാൻ എങ്ങനെയെങ്കിലും മുക്കണം, അതുകൊണ്ട് തന്നെ അബ്ദുള്ളക്കുട്ടിയുടെ കേസ് രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് തമ്പാനൂർ രവി സരിതയോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സരിത അബ്ദുള്ളക്കുട്ടിക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുറത്ത് വന്നിരിക്കുന്ന വിവരം. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയുടെ പങ്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരുടെ പങ്കും വ്യക്തമാകുന്ന തരത്തിൽ വാർത്തകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. അതിനുശേഷം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണത്തെ അട്ടിമറിക്കാനും അതോടൊപ്പം തന്നെ കോടതികളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള മുഖ്യമന്ത്രി നടത്തിയ ശ്രമങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അതിന് നേരിട്ട് ഇടപെടൽ നടത്തി. അതിനായി വിശ്വസ്തരായ തമ്പാനൂർ രവിയെയും ബെന്നി ബെഹനാനെയും ഉപയോഗപ്പെടുത്തി എന്നുള്ള കാര്യമാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. അത് തന്നെ സരിത പറഞ്ഞു വയ്ക്കുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല എന്നുള്ള വാദം പച്ചക്കള്ളമാണ്. അത് തെളിയിക്കുന്ന തെളിവുകളാണിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവുകളാണ് സോളാർ കമ്മീഷൻ മുൻപാകെ ഹാജരാക്കിയിരിക്കുന്നത്. 2014 മുതൽ തന്നെ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും നിരന്തരമായി സരിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. കേസിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിലും കേസ് തേച്ചുമാച്ചു കളയാനും ഇരുവരുടെയും ഇടപെടലുകൾ എങ്ങനെയാണ് അത് തന്നെ ഒരുപക്ഷെ ഒരു അന്വേഷണത്തിലേക്ക് നയിക്കേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതായിട്ട് വരും. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും നടത്തിയ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സരിത കുറച്ചു നാൾ മുമ്പ് വരെ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. പിന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരുന്നത് ഇവർ തമ്മിലുള്ള ഡീലിൽ എവിടെയോ പിഴവുകൾ പറ്റി, ധാരണയിൽ എവിടെയോ പിശകുകൾ പറ്റി, എവിടെയോ തെറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സരിത എല്ലാ സത്യങ്ങളും എല്ലാ തെളിവുകളും പുറത്തു പറയേണ്ടി വരുന്നു. അത് സോളാർ കമ്മീഷൻ മുമ്പാകെ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ 3 CD ഇന്ന് ഇപ്പോൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നു. അതിലൊന്ന് ബെന്നി ബെഹനാനുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് തമ്പാനൂർ രവിയുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്നുള്ളത് ബാബുരാജും എന്നടക്കം പീപ്പിൾ TV പുറത്തുവിട്ട ബാബുരാജിൻ്റെ വസ്തുവിൻ്റെ റീസർവേക്ക് മുഖ്യമന്ത്രി ഇടപെട്ട് നടത്തിക്കൊടുത്തതിൻ്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ തോമസ് കുരുവിളയുടെയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നത്, അതോടൊപ്പം തന്നെ എബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ വ്യവസായി ഇടപെട്ടത്, തെളിവ് നശിപ്പിക്കാൻ ഇടപെട്ടത് അടക്കമുള്ള തെളിവുകളാണ് ഇന്ന് സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയത്. ഇതെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി അടുപ്പക്കാർ എന്ന് പറയുമ്പോൾ അത് തന്നെ സരിത സോളാർ കമ്മീഷനിൽ നിന്ന് വ്യക്തമാക്കിയത് തമ്പാനൂർ രവിയും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പറയാനല്ല, മുഖ്യമന്ത്രി ഇവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരുന്നു. ഏതായാലും മുഖ്യമന്ത്രിയിലേക്ക് ഈ കാര്യങ്ങൾ, ഈ തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ, ഈ കേസ് അട്ടിമറിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സിറ്റിംഗ് തുടരും. ഏതായാലും ഇപ്പോൾ 2 മണിക്ക് ചേരാൻ വേണ്ടി സോളാർ കമ്മീഷൻ സിറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് 3 CD ഹാജരാക്കിയിരുന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ കുറിക്കുന്ന കൂടുതൽ തെളിവുകൾ ഹാജരാക്കുമെന്നാണ് സരിത പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുരേഷ്, സിജു, അതോടൊപ്പം തന്നെ തൻ്റെ അഴിമതി മൂടിവെക്കാൻ തൻ്റെ ഏറ്റവും വിശ്വസ്തരായ ആൾക്കാരെ ഉപയോഗിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി തൻ്റെ കൂടെ ഉള്ള മറ്റ് വിശ്വസ്തരെയും ബോധപൂർവം ഒഴിവാക്കി എന്ന കാര്യങ്ങൾ കൂടി വ്യക്തമല്ലേ? അതായത് നേരത്തെ ജോപ്പനെയും ജിക്കുമോനെയും സലിം രാജിനെയും അടക്കം പഴിചാരി മുഖ്യമന്ത്രി രക്ഷപ്പെടുന്ന സ്വയം വിശുദ്ധനാകുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടിയുടെ വിഷയം കൂടി വരുമ്പോൾ, അതായത് തൻ്റെ ഈ അഴിമതി മറച്ചു കളയാൻ അല്ലെങ്കിൽ പൂഴ്ത്തിവെക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട ഒരു ഘട്ടം എന്ന് വരുമ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെ കാണാം? നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും അതോടൊപ്പം ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ എങ്ങനെ പങ്കാളികളായി എന്നുള്ളതും അവരെ ആദ്യഘട്ടത്തിൽ, അതായത് മുഖ്യമന്ത്രിക്ക് ആദ്യം ചെയ്യാൻ കഴിയുക തനിക്കൊരു പങ്കുമില്ല, താൻ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ഇത് ചെയ്തതെല്ലാം തൻ്റെ ചുറ്റും നിന്ന ഉദ്യോഗസ്ഥരാണ്, പേഴ്സണൽ സ്റ്റാഫുകളാണ് എന്ന് പറഞ്ഞു വെക്കുകയും അവരെ ഓരോരുത്തരായി കേസുകൾ പെടുത്തുകയും അവരെ ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ നിന്ന് മറ്റൊരു വസ്തുത, ജിക്കുമോൻ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സലിം രാജിൻ്റെ ഇപ്പോൾ തന്നെ ഇന്ന് സരിത സോളാർ കമ്മീഷനിൽ പറഞ്ഞത് സലിം രാജ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ടെലിഫോൺ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞൊരു കേസെടുക്കുകയും ആ കേസിൽ സലിം രാജ് ഏതൊക്കെ ആവശ്യത്തിനാണ് വിളിച്ചിരുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും തമ്പാനൂർ രവിയാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതായത് മുഖ്യമന്ത്രിക്കറിയാം സ്റ്റാഫുകളെ തള്ളിപ്പറഞ്ഞാൽ പോലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ വാർത്ത പുറത്തു വരും, അവർ മുഖ്യമന്ത്രിക്കെതിരെ മൊഴികൊടുക്കുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുപ്പക്കാരായ ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും ഒരിക്കൽ പോലും ഈ അവസരം വരെയും ഒരിക്കലും മുഖ്യമന്ത്രിയെ തള്ളി പറയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലനിൽക്കേണ്ടതുണ്ട്, മുഖ്യമന്ത്രി നിലനിൽക്കുന്നതോടെ സർക്കാർ നിലനിർത്തേണ്ടതുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ സർക്കാർ നിലം പൊത്തിക്കഴിഞ്ഞാൽ സോളാർ മാത്രമല്ല നിരവധി തട്ടിപ്പുകഥകൾ പുറത്തു വരേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് സർക്കാരിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും അടക്കമുള്ള
അടക്കമുള്ളവർ വളരെ കാര്യക്ഷമമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതിൽ ഇടപെടുന്നു. സ്വാഭാവികമായും ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്, മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം കേസുകളിൽ ഡയറക്റ്റ് ഒരിക്കലും ഈ കേസ് ഒതുക്കാൻ ഇടപെടില്ല. അവരുടെ അടുപ്പക്കാർ വഴിയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് നിരവധി വിഷയങ്ങളിലുണ്ട് തന്നെ ഫോണിൽ ബന്ധപ്പെടാനും മറ്റുള്ളവരെ ബന്ധപ്പെടാനും ഏറ്റവും അടുപ്പക്കാരാണ് നിയോഗിക്കുക. കേരള രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വലങ്കയും ഇടങ്കയുമായ രണ്ടുപേരാണ് ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ തമ്പാനൂർ രവിയും എന്നുള്ളത്. പിന്നീട് KC ജോസഫ്, കെ ബാബു അടക്കമുള്ളവരെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സംരക്ഷിച്ചിരിക്കുന്നുള്ള സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും കെ ബാബു ഇപ്പോൾ ഇന്ന് അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ തന്നെയാണ് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയതും ആ തട്ടിപ്പ് ഇല്ലാതാക്കാനും ആ കേസ് തേച്ചുമാച്ച് കളയാനും മുഖ്യമന്ത്രി തന്നെയാണ് മുൻകൈ എടുത്ത് ശ്രമങ്ങൾ നടത്തിയുമെന്നുള്ള വിവരങ്ങളാണ് സോളാർ കമ്മീഷനിൽ സരിത നൽകിയ തെളിവുകളിലൂടെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ സരിത നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കൂടുതൽ നിർണായകം തന്നെയായിരിക്കാം. ഏറ്റവും പ്രേക്ഷകരും കേരള ജനയും ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഈ വരുന്ന, അതായത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മലയാളി ശ്രീധരൻ നായരും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് സംസാരിച്ചു എന്ന് പറയുന്നതിൻ്റെ തെളിവുകൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമോ എന്നുള്ളതാണ്. അത് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഇനി 2 മണിക്കാണ് സോളാർ കമ്മീഷന്റെ സിറ്റിംഗ് ആരംഭിക്കുക. സുരേഷ്. സിജു, വളരെ നിർണായകമായ തെളിവുകൾ, മുഖ്യമന്ത്രിയുടെ അടക്കം അടുപ്പമുള്ളതിൻ്റെ ശക്തമായ തെളിവുകൾ സരിത സോളാർ കമ്മീഷന് മുമ്പിൽ നൽകുമ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ തെളിവുകൾ നൽകും എന്ന് പറയുമ്പോൾ നേരത്തെ PC ജോർജ് അടക്കം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് അഴിമതി മൂടിവെക്കാനുള്ള സകല അടവുകളും മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നു. അഴിമതി പുറത്തു വന്നു കഴിഞ്ഞാലും ഒരു കുലുക്കവുമില്ലാത്ത മുഖ്യമന്ത്രി. അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോഴും നിർണായകമായ ഈ തെളിവുകൾ, ഇതുവരെയുള്ള പ്രതിരോധത്തെ എല്ലാം മറന്നേക്കിക്കൊണ്ട് ശക്തമായ തെളിവുകൾ, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കം പ്രതിരോധത്തിലാവുന്നു, ഈ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നു, UDF പ്രതിരോധത്തിലാകുന്നു. ഈ ഒരു ഘട്ടത്തെ പൊതുസമൂഹം ഏത് രീതിയിലായിരിക്കും ചർച്ച ചെയ്യുക? സുരേഷ്, മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് തെളിവുകൾ എവിടെ എന്നാണ്. ഏത് കേസ് വന്നാലും മുഖ്യമന്ത്രി പറയുന്നത് തെളിവുകൾ എവിടെ എന്നാണ്. ഇന്ന് സരിത ഇതാ തെളിവുകൾ ആക്കിയിരിക്കുന്നു. അതിൽ നിർണായകമായ തെളിവുകൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായ 2 പേർ 2014 മുതൽ നിരന്തരം സരിതയുമായി സംഭാഷണം നടത്തിയിരുന്നത്, കേസ് തേച്ചുമാച്ച് കളയാൻ നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ സംഭാഷണം അടങ്ങിയ, അതിൻ്റെ രേഖകൾ അടങ്ങിയ CD-കൾ, ഡിജിറ്റൽ തെളിവുകൾ, മുഖ്യമന്ത്രിക്കെതിരായ ഡിജിറ്റൽ തെളിവുകളാണ് സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും കമ്മീഷനാണ് ഇത് പരിശോധിക്കേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കമ്മീഷൻ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ സ്വാഭാവികമായ ഒരു നടപടിക്രമം, വളരെ പ്രാഥമികമായ ഒരു നിഗമനത്തിൽ തന്നെ പറയാൻ കഴിയുന്നത്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഇവർ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ ഇവർ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ കേസിൽ ഇടപെട്ടു, ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ഇടപെട്ടു എന്ന് തന്നെയാണ് വരുന്നത്. ഏതായാലും 1,80,00,000 രൂപ മുഖ്യമന്ത്രിക്ക് പണം നൽകി എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് കേരള സമൂഹം വളരെ ഞെട്ടലോടുകൂടി ആ വാർത്ത കേട്ടത്. 1 കോടി രൂപ ദില്ലിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ചും 80 ലക്ഷം രൂപ സരിതയുടെ ഇടപ്പഴഞ്ഞിലുള്ള വീട്ടിൽ വെച്ചും നൽകി എന്ന് പറയുമ്പോൾ, അതിനെ തുടർന്ന് അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമങ്ങൾ, അതിനെ തുടർന്ന് വിജിലൻസ് കോടതി പരാമർശവും, വ്യക്തമാണ്. സിജു സുഗതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.